മൗലവി വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവായ അബ്ദുറഹ്മാൻ ഇരിവേറ്റി പറയുന്നത് സിഹിർ ഫലിക്കില്ല എന്നാണ്. ഫലിക്കുമെന്ന് പറയുന്നവർക്ക് ജിന്ന് ബാധിച്ചിരിക്കുമെന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. ഇത് വ്യതിചലിച്ച ചിന്തയാണെന്നും അദ്ദേഹം പറയുന്നു. സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥനയാകൂ എന്ന പുതിയ വാദം താൻ അംഗീകരിക്കില്ലെന്നും അതൊക്കെ വെറും 4-5 മൗലവിമാരുടെ പരിപാടികൾ മാത്രമാണെന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഉടനെ അവരെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നു. ഈയടുത്ത് KNM സ്ഥാനങ്ങളിൽ കയറിക്കൂടിയ സക്കരിയുടെയും ടീമിന്റെയും സ്വത്തല്ല KNM എന്നും പഴയ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന തങ്ങളെപ്പോലുള്ളവരെ പുറത്താക്കാനുള്ള ശ്രമം നടക്കില്ലെന്നും അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നു. ജിന്ന് ബാധിക്കുന്ന ആകണ്ട അതൊക്കെ ഉണ്ടോ അറിയില്ല. അവർക്കൊക്കെ ബാധിക്കലുണ്ടായിരിക്കും. പിന്നെ ഇവിടെ CN അഹമ്മദ് മൗലവി മൂപ്പർക്ക് ബാധിക്കൂല അറിഞ്ഞ് ആ കാലത്ത് വെല്ലുവിളിച്ചു പോയി. ആരും മൂപ്പർക്കൊരു ഷെയർ ചെയ്ത് ബാധിപ്പിച്ച് നോക്കിയിട്ടുമില്ല. പിന്നെ ഷെയറിന് തന്നെ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. വലിയ മാനസികാവസ്ഥ ഉള്ളവർക്ക് ബാധിക്കൂലെന്ന് ഷെയർമാർ തന്നെ പറയും. അല്ലെങ്കിൽ ഇപ്പൊ ജനതാ പാർട്ടിക്കാർക്ക് ഇന്ദിരാഗാന്ധിക്ക് ഷെയറാണ്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ രാഷ്ട്രീയത്തിൽ പിന്നെ പട്ടാളക്കാർക്ക് പോലീസുകാർക്ക് പിന്നെ ജഡ്ജിമാർക്കൊന്നും ബാധിക്കൂലെന്ന് ഷെയർമാരെ തന്നെ വ്യവസ്ഥയാണ്. ഭരണാധികാരികൾക്കൊന്നേ വായിക്കണവരും ഉണ്ടാവും, അത് കുറിച്ച് നടക്കണവരും അത് സേവിച്ച് നടക്കണവരും ഒക്കെ ഉണ്ടായിരിക്കും. പാഠപുസ്തകങ്ങളിലൊക്കെ ഉള്ളത് നമ്മള് പ്രാർത്ഥന എന്നുള്ള പാഠത്തിലൊക്കെ നമ്മള് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്നൊക്കെ അല്ലേ നമ്മളെ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. അതിപ്പോ ഇസ്ലാഹിലൊക്കെ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ്. പറയാ അല്ല ഇപ്പൊ ഒരു മാറ്റം എന്താ മാതിരി ഇപ്പൊ സക്കരിയ മൗലവിയൊക്കെ ഇപ്പൊ കടവത്തൂർ പ്രഭാഷണത്തിലൊക്കെ അങ്ങനെയല്ലേ പറയണേ, നമ്മള് ജിന്നുകളുടെയും മലക്കളുടെയും കഴിവിനപ്പുറത്തുള്ള അങ്ങനെ പറയുന്നുണ്ട്. 4-5 ആളങ്ങനെ പറയുന്നുണ്ട്. നമ്മള് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ജമിയത്തിലൊക്കെ കൂടി തീരുമാനിച്ചോട്ടെ. നമ്മള് പറയുന്നത് നമ്മളിപ്പോ പണ്ടേ പറയും പോലെ അങ്ങനെ പറഞ്ഞു പോകും. പറയുന്ന പോലെ പറഞ്ഞോട്ടെ. പിന്നെ എന്തെങ്കിലും പ്രശ്നമാകുമ്പൊക്കെ അതിന്റെ കൂടിയാലോചന സമിതികളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടുന്ന് കൂടിയാലോചിച്ച് അവർ തീരുമാനിക്കും പോലെ നോക്കാം. നമുക്ക് ഈ ഡോക്ടർ ദുബൈറി അറിഞ്ഞ ഒരാൾ ഇവിടെ ഇറക്കിയതാണ്. അതുകൊണ്ടപ്പോ കുറച്ച് ആളുകൾ പേടിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ തന്നെ അങ്ങനെ പറയുമ്പോ ഏതായാലും ഉണ്ടാവും വിചാരിച്ചിട്ട് വളരെ വ്യതിചലിച്ച ചിന്തകളാണ്. ചിന്ത അപ്രായോഗികമാണ്. വ്യതിചലിച്ചത് മാത്രമല്ല അപ്രായോഗികമാണ്. അത്ര അവരങ്ങനെ പറയട്ടെ, സമ്മേളനമൊക്കെ കഴിയട്ടെ. സമ്മേളനത്തില് ചർച്ച ഉണ്ടാവോ? അതുണ്ടാകാൻ സാധ്യതല്ല. അതിപ്പോ 4-5 ആളൊക്കെ പരിപാടിയല്ലേ. അതിനിപ്പോ അത്ര വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. അത് ആപൽക്കരമായി വരികയാണെങ്കിൽ അപ്പൊ നോക്കാന്ന് മാത്രം. കടവത്തൂര് പ്രഭാഷണത്തില് അതായത് KNM ഈ വിഷയങ്ങൾ അറിയാത്തോല് ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇന്ന് സീറിനെ പറ്റി അവർ KNM പുറത്തു പോകേണ്ടിയാണെന്നൊക്കെ പറഞ്ഞോട്ടെ. എന്നന്മാരുണ്ടാക്കിയ KNM ഇങ്ങനെ ഓതാൻ പോണവരുണ്ടാക്കിയെന്നല്ലോ. ഓതാൻ നടക്കണ കുറെ മൗലവിമാരുണ്ടാക്കിയൊന്നല്ലല്ലോ KNM അറിയുന്ന സാധാരണക്കാരായ ആളുകൾ ഉണ്ടാക്കിയതാണ്. അതിലിപ്പോ കുറെ കാലം കഴിഞ്ഞ് എന്തെങ്കിലും ഓതിപ്പടിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചു വരുന്ന ആളുകൾ ഞങ്ങളാണ് KNM മറ്റവരൊക്കെ പുറത്തു കൊണ്ടിരുന്ന അതൊന്നും ഇപ്പൊ നടക്കൂല. അതൊന്നും അതൊക്കെ പിന്നെ പറയുന്നവർക്ക് ഇപ്പൊ എന്താ പറയാലോ. ഇപ്പൊ വണ്ടിയോടെ അടുക്കുമ്പോൾ അറിയാ മാങ്ങയുടെ പുലി അറിഞ്ഞ മാതിരിയാണ്. അതിന്റെ അടുത്തെത്തുമ്പോഴേ അറിയുള്ളൂ. കഴിഞ്ഞ വർഷം നടന്ന സാൽവേഷനു വേണ്ടി ISM ദാവാ വിഭാഗം പുറത്തിറക്കിയ ലഘുലേഖയിലും സിഹറും കൂടോത്രവും പൗരോഹിത്യത്തിന്റെ സൃഷ്ടിപ്പും തട്ടിപ്പുമാണെന്ന് പറയുന്നു. ചങ്ങരംകുളം സമ്മേളനത്തിനായി മൗലവി വിഭാഗം പുറത്തിറക്കിയ ലഘുലേഖയിലും കൂടോത്രം അഥവാ സിഹർ, ജിന്നുസേവ എന്നിവ പൗരോഹിത്യത്തിന്റെ സൃഷ്ടിയും തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് തുറന്നു പറയുന്നു. സക്കരിയ വിഭാഗത്തിനെതിരായി കുഞ്ഞി മുഹമ്മദ് പറപ്പൂരിന്റെ നേതൃത്വത്തിലുള്ള മൗലവി ഗ്രൂപ്പിലെ മറുവിഭാഗമാണ്
തങ്ങളുടെ വിഭാഗത്തിലെ മൗലവിമാരെ തന്നെ പുരോഹിതരായി ചിത്രീകരിച്ചതെന്നറിയുന്നു. സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് അൽമനാറിൽ പണ്ട് അബ്ദുൽ ഹക്ക് സുല്ലമിയും മൂസാവാളിമേലും ലേഖനമെഴുതിയിരുന്നു. അതേ ആശയവും തൗഹീദും തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് ജമീല ടീച്ചർ പുടവ മാസികയിൽ എഴുതിയ ലേഖനം കാണുക. മൗലവി വിഭാഗത്തിലെ നേതാവും എഴുത്തുകാരനുമായ മൂസാവാണിമേൽ സിഹിർ ഫലിക്കില്ലെന്ന താൻ പണ്ട് അൽമനാറിൽ എഴുതിയ അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളതെന്ന് അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നു. തന്റെ വെല്ലുവിളിക്ക് ഇനിയും ഉത്തരം കിട്ടിയില്ല എന്നും അദ്ദേഹം പറയുന്നു. സക്കരിയ സുലാഹിയെ പോലെയുള്ളവർ അഹങ്കാരികളും സലാം സുലൈമിയെ പോലെ തന്നെ പുറത്തു നിർത്തേണ്ടവരുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. തനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ അബ്ദുറഹ്മാൻ സലഫിയുടെയും സക്കരിയയുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും അവർ സിഹിർ സത്യമാണെന്ന്